ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സാലീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, തേങ്ങ ചേർക്കുന്നില്ല, നമ്മൾ അരി കുതിർത്ത് വെക്കുന്നില്ല, അരിപ്പൊടി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അല്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. നിങ്ങൾക്ക് തുടർന്നും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന്, സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന ഉഴുന്ന് 1 ടേബിൾ സ്പൂണ് ഞാനൊരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളത്, നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വെള്ള അവിലുണ്ടല്ലോ, ഈ ഒരു ടൈപ്പിലുള്ള അവിൽ, ഇത് ഞാനിപ്പോൾ ഒരു 1/4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ചിട്ടുള്ള അവിലാണിത്. അവിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും, അതുകൊണ്ടാണ് 1/4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഉഴുന്നെന്ന് പറയുന്നത് ഒരു 2 മണിക്കൂറെങ്കിലും നല്ലവണ്ണം കുതിർത്താലേ നല്ല മഴത്തിൽ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലവണ്ണം കഴുകിയിട്ടാണല്ലോ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഉണ്ടാകും. പിന്നെ അതിലേക്ക് അവിലും ഇട്ടിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഇത് ഒന്നിച്ചിട്ട് ഞാൻ അരച്ചെടുത്ത സമയത്ത് ശരിക്കും അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഞാനിതിൻ്റെ പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 2 തവണയായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി പകുതിയും കൂടി അരച്ചെടുക്കുക. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി, ഈ ഒരു കപ്പിൽ തന്നെയാണ് കേട്ടോ, നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുക്കുന്നത് ആ കപ്പിൻ്റെ പകുതിയാണ് നമ്മൾ അവിൽ കുതിർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത് 2 കപ്പ് അരിപ്പൊടി. ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ പത്തിരിക്കൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പത്തിരി തയ്യാറാക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു അപ്പത്തിന് ഈ ഒരു പഞ്ചസാരയുടെ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഈ ഒരു പെർഫെക്ഷന് വേണ്ടി മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കറികളോട് കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഉഴുന്നിൻ്റെയും അവിലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ട്രിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്കി പകുതി പിന്നെയാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഉഴുന്നും അവിലും കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1/2 കപ്പോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടാകും. കാരണം നമ്മൾ ഈ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഉഴുന്ന് കുതിർത്ത് വെക്കരുത്. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം മാത്രം മതിയാകും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വെള്ളം 1/2 കപ്പാണ്. ഇനി നമുക്ക് 3 കപ്പ് വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്യണം. അതിൽ1 കപ്പ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടകളൊക്കെ ഒന്ന് ഉടച്ച്, അരിപ്പൊടിയല്ലേ അപ്പോൾ കട്ട ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ 2ാമത്തെ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 2ാമത്തെ കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ലവണ്ണം ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് 2 തവണയായിട്ട് അടിച്ചെടുക്കാം. കാരണം നമ്മളിപ്പോൾ ഒന്നിച്ചിട്ട് ഇതെന്തായാലും അടിക്കാൻ പറ്റില്ല. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചതിന് ശേഷം ബാക്കി പകുതിയും കൂടി നമുക്ക് അടിച്ചെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു ടോട്ടൽ നമ്മൾക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടുള്ളത്. അതിൽ 2 കപ്പ് നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ പകുതി അരച്ചെടുത്തപ്പോൾ ഈ ഒരു കട്ടിക്കാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കുറച്ചും കൂടി ഒരു ലൂസിലുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3ാമത്തെ കപ്പ് വെള്ളം നമുക്ക് ഈ ഒരു ബാക്കി ബാറ്റർ ഉണ്ടല്ലോ, ഇതിൻ്റെ പകുതിയല്ല അരച്ചിട്ടുള്ളത്, ബാക്കി പകുതിയാണ് ഇത് നമ്മൾ അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള ഈ ഒരു 3ാമത്തെ കപ്പ് വെള്ളം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം ഇതിലങ്ങ് മിക്സായി കിട്ടിക്കോളും. ഇപ്പോൾ 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഈ ഒരു പകുതി ബാറ്റർ അടിച്ചെടുത്തിട്ട് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ മാത്രം എൻ്റെ കൂടെ വിട്ടുപോയിട്ടുണ്ട്, സോറി. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ.
അപ്പോൾ ഒഴിച്ച് കൊടുത്തപ്പോൾ ഈ രണ്ടാമത് വെള്ളവും ചേർത്തിട്ടുള്ളതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് അവിടെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് രണ്ടാമത് നമ്മൾ ഈ ഒരു വെള്ളം കൂടി അടിച്ചെടുത്തിട്ടുള്ള കൂട്ട്. അപ്പം ഇതും ആദ്യത്തതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കൺസിസ്റ്റൻസി കിട്ടും. കണ്ടില്ലേ? അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കൺസിസ്റ്റൻസി. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടോട്ടൽ നമ്മളൊരു 3 കപ്പ് വെള്ളം വെള്ളമായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഒരു 1/2 കപ്പ് വെള്ളം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം നമ്മൾ അവിലും ഉഴുന്നും കൂടി കുതിർത്ത സമയത്ത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ ഇതിന് മൊത്തത്തിൽ വേണ്ടി വന്നിട്ടുള്ള വെള്ളം 3.5 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ മാവൊക്കെ പുളിപ്പിക്കാൻ വേണ്ടി വെക്കില്ല, അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ വെക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുക. അപ്പോൾ ചൂട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അരിയത്തായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ടെങ്കിലും ഇതായിക്കോളും. ഇനി അതെല്ലാം തീരെ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഓവനിൽ ചെറിയ ചൂടാക്കിയിട്ട് ഓവൻ്റെ ഉള്ളിലെങ്കിലും വെക്കുക. അപ്പോൾ നല്ല ചൂട് കിട്ടണം. ഞാനിപ്പോൾ ഒരു 10 മണിക്കൂർ ഇത് അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ടൈം പറയുന്നത് നോക്കണ്ട കേട്ടോ, കാരണം അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് മാറ്റം വരും. ഇപ്പോൾ തീരെ ചൂടില്ലാത്ത സ്ഥലം, തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഇതിലും കൂടുതൽ ടൈം വെക്കേണ്ടി വരും. അതെല്ലാം നല്ല ചൂട് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ചിട്ട് ടൈമിങ്ങിലൊക്കെ മാറ്റം വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മണിക്കൂർ വെച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ ഇവിടെ ചൂട് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ പൊങ്ങി വന്നിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ ഒരുപാടങ്ങ് പുളിച്ച് പൊങ്ങി വന്നിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ബാറ്ററൊക്കെ നല്ല കട്ടിയായിട്ട് ചെറുതായിട്ടൊന്ന് പുളിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ തയ്യാറാക്കി നോക്കിയപ്പോൾ ഈ ഒരു സമയത്ത് തയ്യാറാക്കിയപ്പോൾ തന്നെ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അങ്ങ് തയ്യാറാക്കിയെടുത്തു. അപ്പോൾ കുഴപ്പമില്ല, ഒരുപാടങ്ങ് പുളിച്ച് പൊങ്ങിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് അപ്പച്ചട്ടി ചൂടാവാൻ പാടില്ല, ഒരു മീഡിയം ചൂട് മാത്രമേ പാടുള്ളൂ. ഇത് ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒരു നൈസായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം, ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഈ ഒരു ഫ്ലെയിം ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടാവാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് സാധാരണ അപ്പമൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നടുവൊന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുമല്ലോ, അടച്ച് വെച്ചിട്ട് തുറന്നതിന് ശേഷം നമ്മൾ അപ്പാടെ അത് ഇളക്കിയെടുക്കാൻ നോക്കരുത്. ഒന്നങ്ങ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താനെ തന്നെ അതിൻ്റെ സൈഡൊക്കെ അങ്ങ് വിട്ട് വന്ന് നിന്നോളും. എന്നിട്ടിത് മാറ്റി വെക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സൈഡ് വിട്ട് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക, പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. നമ്മൾ സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടും വേഗം കഴിഞ്ഞ് കിട്ടും. പിന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നമ്മളിതിൽ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ തേങ്ങയോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് സാധാരണ റെസ്റ്റ് ചെയ്യുന്ന പോലെ റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ, കാരണം ഇതിൻ്റെ ബാറ്റർ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.